ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. സോ ടുഡേ വി ആർ ഹിയർ വിത്ത് എ വ്ളോഗ് ഇൻ വിച്ച് വി ആർ ഗോയിങ് ടു രാമേശ്വരം. സോ ഈ ഒരു വ്ളോഗ് ഫുൾ നമ്മൾ രാമേശ്വരം എത്തണ വരെയുള്ള ഒരു വ്ളോഗായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കാറിലാണ് രാമേശ്വരത്തേക്ക് പോയത്. അപ്പോൾ നമ്മളങ്ങനെ വിശന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശരവണ ഭവനിൽ കയറി. ശരവണ ഭവൻ ഇസ് ദ ബെസ്റ്റ്. ലൈക്ക് വെജ് ഐറ്റംസ് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരവണ ഭവൻ. ലൈക്ക് അവിടുത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളിയാണ്. ദോശ, പൂരി അതൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, തിരിച്ചു കാറി കയറി. ആൻഡ് ഈ ഒരു ജേർണി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 500 കിലോമീറ്റേഴ്സ് ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് രാമേശ്വരത്തേക്ക്. നമ്മുടെ വീട് ഗുരുവായൂർ ഭാഗത്താട്ടോ. അപ്പോൾ അവിടെ നിന്ന് രാമേശ്വരത്തേക്ക് നമുക്ക് 500 കിലോമീറ്റേഴ്സാണുള്ളത്. ആൻഡ് ഇറ്റ്സ് എ ഡ്രൈവ് ഓഫ് ഓൾമോസ്റ്റ് 10 hours. അപ്പോൾ അച്ഛനാണ് മെയിനായിട്ട് കാർ ഓടിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഇടയ്ക്ക് എനിക്ക് ഓടിക്കാൻ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് സൈഡിൽ കാണുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ. അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ റോഡ് ഒരു രക്ഷയില്ല, അടിപൊളി റോഡ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയത്, കാരണം ഇറ്റ്സ് ആ ഫസ്റ്റ് ടൈം ഗോയിങ് ടു രാമേശ്വരം. സോ അപ്പോൾ മാപ്പിലുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് ഇടയ്ക്കൊക്കെ എന്താ പറയുക, കാറ് നിർത്തിയിട്ട് നമ്മൾ പുറത്തിറങ്ങി ഇങ്ങനെ എന്താ പറയുക ഫ്രഷ് ആവും. പിന്നെ അതേപോലെ നമ്മളെന്താ ആരെങ്കിലും ഇതിനെന്താ പറയുക, കരിക്ക് കുടിച്ചു. അപ്പോൾ ഈ കരിക്കിൻ്റെ ഉള്ളത്തെ വെള്ള സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. പിന്നെ വീണ്ടും തിരിച്ചു കറി കയറി. ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ അച്ചാച്ചനും അമ്മമ്മയുണ്ട്. അപ്പോൾ അവർക്ക് എന്താ പറയുക, ഒരു സ്ട്രെച്ചിൽ തന്നെ ഒരുപാട് ടൈം ഇരുന്ന് കഴിഞ്ഞാൽ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തും കേട്ടോ. അങ്ങനെ കയറിയപ്പോൾ അമ്മ ചോക്ലേറ്റൊക്കെ തന്നു. അങ്ങനെ ചോക്ലേറ്റ് കഴിച്ചു. പിന്നെ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ മനസ്സിലായി നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് പെട്ടി മാറിപ്പോയിണ്ടായിരുന്നു. അക്കുവിൻ്റെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമുള്ള പെട്ടിയാണ് നമ്മളെടുത്തത്. എൻ്റെ അക്കുവിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പോണ വഴിയിലൊക്കെ കടകൾ നോക്കിയായിരുന്നു. പക്ഷേ കടകളൊന്നും അങ്ങനെ ടെക്സ്റ്റൈൽസ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫുഡിൻ്റെ കട, മെഡിസിൻ അങ്ങനത്തെ കടകളൊക്കെ ആയിരുന്നു കണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ സൈഡിൽ വീണ്ടും നിർത്തി കേട്ടോ. പേരയ്ക്ക, പിന്നെ എന്തായിരുന്നു, അതിനെന്താ പറയുക, ഞാവൽപ്പഴം കണ്ടപ്പോൾ അത് അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സൈഡിൽ നിർത്തി അതൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ ശരവനാസിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ഇത് കണ്ടോ, ഭയങ്കര സ്പെഷ്യലായിട്ട്. ഇവിടുത്തെ പപ്പടം നമ്മുടെ നാട്ടിലെ പപ്പടം പോലെയൊന്നുമല്ല, വേറൊരു പ്രത്യേക ടേസ്റ്റുള്ള പപ്പടമാണ്. അങ്ങനെ ലൈക്ക് ലഞ്ച് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മമ്മയും അച്ചാച്ചനും ഒക്കെ ചോറാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരു വെറൈറ്റിക്ക് കൊത്തു പൊറോട്ട കേട്ടോ പറഞ്ഞു. അവിടുത്തെ കൊത്തു പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരുവിധം വെജ് ആണെങ്കിലും അവിടുത്തെ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ജേർണി തുടങ്ങി. അപ്പോൾ അച്ഛന് ലഞ്ച് കഴിച്ചപ്പോൾ അച്ഛൻ ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ അച്ഛൻ കുറച്ച് നേരം എനിക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് തന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഫൈനലി തമിഴ്നാട്ടിൽ ആദ്യമായിട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ദൂരമൊക്കെ ഡ്രൈവ് ചെയ്ത് എനിക്ക് കാറ് കിട്ടിയതിന് ശേഷം ഫുൾ അടിപൊളി റോഡുകളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമ്പും കാര്യങ്ങളൊക്കെ ഉള്ള റോഡുകളായിരുന്നു കിട്ടിയിരുന്നത് കേട്ടോ. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലെ റോഡ് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ റോഡ് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ ആ ഒരു ക്ലെൻലിനെസ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ലൈക്ക് ഈ ഒരു ഏരിയയിൽ NH നല്ല അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വൈകുന്നേരം ആയപ്പോൾ ചായ കുടിക്കാനായിട്ട് കയറി കേട്ടോ. ലൈക്ക് കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യുമ്പോൾ 10 hours ഡ്രൈവ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞാൻ ഡ്രൈവ് ചെയ്തതിന് ശേഷം വീണ്ടും ഇപ്പോൾ അച്ഛൻ ചായ കുടിച്ച് ഉഷാറായപ്പോൾ അച്ഛൻ ഡ്രൈവ് ചെയ്തു കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നൈറ്റായി. നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങിയത് കേട്ടോ, ഒരു 7 മണി 8 മണി ആ നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രാൻഡ് NNP എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു കേട്ടോ റൂം എടുത്തത്. അപ്പോൾ ഇതാണ് അവരുടെ റൂമും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. അധികം റേറ്റൊന്നും ആയിട്ടില്ല. നമുക്ക് ബിലോ 1000 വന്നിട്ടുള്ളൂ. ഒരു 900 റേഞ്ചിലാണ് ഈ ഒരു റൂമിന് നമുക്ക് വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ബെഡ്റൂമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അക്കും ഇങ്ങനെ നോക്കുക, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് നോക്കുമായിരുന്നേ. അപ്പോൾ അതേപോലെ നമുക്കിവിടെ കബോർഡ് ഉണ്ട്. ഫുൾ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വെള്ളത്തിന് ഒരു ഒട്ടൽ പോലെ ഉണ്ടായിരുന്നു. അത് ആ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് നമ്മൾ എടുത്തത്. രാമേശ്വരം ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് നമ്മൾ റൂം എടുത്തത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഫുൾ ഉള്ളതാണോ എന്താണെന്ന് അറിയില്ല, വെള്ളത്തിന് ഭയങ്കര ഒട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഇത് അമ്മാമ്മയുടെ അച്ചാച്ചൻ്റെ റൂം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇവരൊരു മാപ്പ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഹോട്ടലിന് എങ്ങോട്ടൊക്കെ പോവാം, എന്തൊക്കെയാണ് അടുത്തുള്ള കാണാനായിട്ടുള്ള സ്ഥലങ്ങൾ പറഞ്ഞിട്ടുള്ളതൊക്കെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത് ഗോബി മഞ്ചൂരിയനാണ്, ചിക്കൻ അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അത് കഴിച്ചു, പൊറോട്ടയും ഗോബി മഞ്ചൂരിയനും കൂടി കഴിച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ ഇടാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.